ജാതി വിവേചനം ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം. MDMA പറ്റി കാളിക്ക് എന്താ പറയാനുള്ളത്? അത് എന്താ പറയാ, എന്റെ മുമ്പിൽ നിന്ന് കഴിച്ച ആൾക്കാര്, യൂസ് ചെയ്ത ആൾക്കാർ പറഞ്ഞത്, നിനക്ക് ഉറക്കം നിൽക്കുമ്പോഴത്തേക്കും അത് എനർജി ആയിട്ടിരിക്കാൻ, അത് ഉറക്കം നിങ്ങാണ്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാണ്ട് ഹാപ്പി ആയിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, നീ യൂസ് ചെയ്ത് നോക്കുന്ന പറഞ്ഞു. അല്ലാണ്ട് എനിക്ക് എന്താ പറയുക, അരപ്പിരി യൂസ് ആയി കിടക്കുന്ന ആളാണ്. ഇനി അതും കൂടി യൂസ് ചെയ്തിട്ട് എന്റെ ഉള്ള പിരി കൂടി വിട്ടുപോണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഏതെങ്കിലും പിരി ഓർമ്മ ഒറ്റ കൈ കിടക്കണല്ലേ. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ നമ്മള് എന്താ പറയാ, ചില ആൾക്കാർക്ക് ഈ ഡിപ്രഷൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ കൊടുക്കണ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിട്ട് എളുപ്പം യൂസ് ചെയ്യുന്ന കാര്യമാണ് ലഹരി അല്ലെ. കഞ്ചാവ് എല്ലാം അതൊക്കെ തന്നെയാ, കഞ്ചാവിലും മദ്യം എല്ലാം തന്നെ ലഹരി. ഒളിച്ചോടം തന്നെ. ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും ഹാപ്പി ആയിരിക്കാൻ ലഹരി വേണം, ടെൻഷൻ അടിച്ചാൽ ലഹരി വേണം. ഇതൊക്കെ സ്ട്രേറ്റ് ആയിട്ട് നേരിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ശീലമാവും. പിന്നെ ഡെയിലി റുട്ടീൻ പോലെ എന്താ പറയുക, കുറെ കഴിയുമ്പോൾ പ്രായം കഴിയുമ്പോൾ ഷുഗറിന്റെ പ്രഷറിന്റെ ഗുളിക കഴിക്കണ പോലെ ഇപ്പൊ നമ്മൾ ചോറും പ്രോട്ടീൻ പൗഡറും കഴിക്കണ പോലെ വിഷമങ്ങളും നമ്മൾ കഴിക്കാൻ തുടങ്ങും. അപ്പൊ തീർന്നു കൂടെ. പക്ഷെ അതിനേക്കാളും ക്രിമിനലായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അന്യന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നോക്കി സന്തോഷിക്കുന്ന കുറെ ജന്മങ്ങള്. ജാതി, കളറ്. ഇപ്പൊ വേടന്റെ തന്നെ, വേടൻ അത് അല്ലേ, എനിക്ക് തോന്നുന്നു വേടൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഒരാള് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് അയാളുടെ കയ്യിലിരിക്കുന്ന സാധനം കാണുമ്പോഴാണ് അറിയുന്നത്, പെരുമാറ്റം കാണുമ്പോഴാണ് അറിയണം. സാധനം ഉണ്ടെന്ന് പറഞ്ഞ് യൂസ് ചെയ്യണമെന്നില്ല. എന്റെ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യണമെന്നുണ്ടോ? അതെന്താ പറയാ, കല്ലുപ്പാളം പറയുന്നതൊക്കെ ഈ സാധനം പൊടിയായിട്ടല്ലേ ഇരിക്കണേ. കഞ്ചാവാണെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളവിടെ നിൽക്കട്ടെ. ഉപയോഗിച്ചതിന് ശേഷം ഇയാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളിടത്തല്ലേ കാര്യം. തീർച്ചയായും ഇത് ഉപയോഗിക്കാതെ മോശമായിട്ട് പെരുമാറുന്നവരൊക്കെ നിനക്ക് നല്ലപോലെ. അയ്യോ അറിയോന്നോ, ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് യെസ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തുടരെ വന്ന്, അതായത് സിനിമ ഫീൽഡിലാണെങ്കിൽ ശരി, റിയൽ ലൈഫിലാണെങ്കിൽ ശരി, ഓപ്പൺ മെന്റാലിറ്റിയിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയുന്ന ആൾക്കാരുടെ പിന്നാലെ വന്നിട്ട് എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കും, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടില്ലെങ്കിൽ മറ്റൊരാളെ യൂസ് ചെയ്യണ്ട. ഇതിലും വലിയ ക്രിമിനൽ ആയിട്ടുള്ള ലഹരി ഇല്ല അല്ലേ. എന്റെ ലൈഫിൽ എനിക്ക് ബാധകമാണത്. എനിക്ക് ചെയ്യുന്ന ജോലിയുടെ കൂലി കൊടുക്കാതെ നിൽക്കണം, സ്വന്തം മക്കളെ മാത്രം വളർത്തണം. ഇപ്പൊ ഒരു സിനിമ പിടിക്കണം, എന്റെ മോന് വേണ്ടി ഒരു സിനിമ ചെറിയ ബഡ്ജറ്റാന്ന് പറയും, പക്ഷെ ജോലിക്കാർക്കൊന്നും മര്യാദക്ക് ലേവൊന്നും കൊടുക്കില്ല. ഇതും ക്രിമിനൽസം തന്നെയാ അല്ലേ. ആ പിന്നെ നമ്മള് ഭക്ഷണത്തിന്റെ അത് വിഷം ചേർക്കണു, കൃത്യത രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണു. ഇതൊന്നും ആരും ശ്രദ്ധിക്കല്ല, എന്നിട്ട് ഹൈ പ്രൊഫൈലാന്ന് പറയാം. ശരിക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തൊക്കെ സാധനങ്ങൾ നിരോധിക്കാനുണ്ട്. എല്ലാം ലഹരി ഉൾപ്പെടെ കുറെ സാധനങ്ങൾ നിരോധിക്കാനുണ്ട്. എന്നെ കൂടിയാണ് ചേർത്ത് നിരോധിക്കട്ടെ കഴിച്ചു പോയ കോടാലി. എടാ, ഒരാളെ നശിപ്പിക്കണ വാക്കാണെങ്കിലും വിഷം തന്നെയാണ് അല്ലെ. ലൈഫ് ഒരാളുടെ വേഷം കണ്ടിട്ട് അയാളെ മോശമാണ്, വേശ്യ എന്നുള്ള വാക്കുകള്, അവൻ പൊട്ടയാണെന്ന്, അതായത് ഒരാളിപ്പോ പൊട്ടയാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കണ സാധനം എനിക്കതാ ഇഷ്ടം. നോർമൽ ആണെന്നും പറഞ്ഞ് മറ്റുള്ള സ്വന്തം ജീവിതം ജീവിക്കണം, മറ്റുള്ളവരുടെ നോർമൽ ആണെന്ന് സ്വയം നോർമൽ ആണെന്നും പറഞ്ഞു നോർമലായ വേറൊരാൾ കാണത്തില്ല. ഒരു ജീവിയില്ല നോർമൽ. ഭാര്യയായിട്ട് എനിക്ക് ഞാൻ കാണിച്ചിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ലോ. തനിക്കപ്പോ ദൂരം ലഹരി ഉപയോഗിക്കേണ്ടി ഞാൻ ലഹരിയിൽ കുഴിച്ചു മൂടിക്കിടന്ന് വലിച്ചു വെക്കണം. ഞാൻ കിലോ കണക്കിന് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറട്ടെ, ഞാൻ ഒരാളുടെ മുമ്പിലും എന്താ പറയാ തെണ്ടി ഇറക്കാറില്ല. പിന്നെ ഞാൻ ഓർക്കുന്നത്, ആ ലഹരി വാങ്ങുന്ന പണം ഒരു പ്രാവശ്യം ലഹരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മ അതിനു വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാൻ തുടങ്ങും, അത് വിൽക്കാൻ തുടങ്ങും, തെറ്റായ വഴി കൂടെ പോകാൻ തുടങ്ങും. അത് നിർത്തുക. ഒന്നിലും അഡിക്റ്റ് ആവാതിരിക്കുക. ഒരു കാര്യത്തില് പെണ്ണില് ഏറ്റവും കൂടുതലും പെണ്ണിൽ അഡിക്റ്റ് ആവാതിരിക്കുക അല്ലെ, ആണിലും പെണ്ണിലും അഡിക്റ്റ് ആവാതിരിക്കുക. ലൈഫ് എൻജോയ് ചെയ്യാം. പിന്നെ
നമ്മുടെ ലുക്കിലൊക്കെ വെച്ചിട്ട് ഒരാളെ അളക്കാതിരിക്കുക ഏറ്റവും മെയിൻ. പിന്നെ മറ്റുള്ളവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുക. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളെ ഇപ്പോ മോട്ടിവേഷൻ പരിപാടി തുടങ്ങിക്കൂടെ? ഇതാ ഇവിടെ ഉള്ള മോട്ടിവേഷൻ പാർട്ടികളെല്ലാം പറയുന്നത്. നീ ഇത് കേട്ടിട്ട് പറയുന്നതാണോ അതോ തന്നെ പറയുന്നതാണോ? ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. അങ്ങനെ പറയരുത്. എന്നെ ഉപേക്ഷിച്ച് പോയ ആൾക്കാര് എന്റെ കളറിനെ, എന്റെ രൂപത്തിന്, എന്റെ വേഷം വെച്ചിട്ട് ഇതാക്കിട്ടുള്ളത്. അതേ ആൾക്കാര് അല്ല പറയട്ടെ. ഇപ്പഴല്ലേ പണ്ടത്തെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ എന്റെ മോനെ കുഞ്ഞിനെടുത്തുണ്ടിരിക്കണേ. ആ കോലത്തിൽ നിന്ന് രണ്ടാമത്തെ പ്രസവത്തിൽ ഞാൻ വണ്ണം വെച്ച് കഴിഞ്ഞപ്പോ ഇട്ടിന്ന് പോയ ആളാണ്. അയാളെ അകത്തിട്ടതിനെ പറ്റി എന്താ അഭിപ്രായം? പാവടാ ആറട്ടെന്നെ തോള്. നീ എന്തെങ്കിലും തോന്നണ്ടാവും മോശമായിട്ട്. അവനത് മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി, അവൻ ആരെങ്കിലും വാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്യണ കാര്യങ്ങളാ അല്ലേ? പിന്നെ അവന് എന്താ പറയാ, ഞാനിപ്പോ ഷോൾഡർ തട്ടി അവൻ അനിയാന്ന് വിളിച്ചതിന് ശേഷം അവൻ എന്നോട് ഇതുവരെയും ക്രഷ് ഉണ്ടെന്നോ മോശമായിട്ട് പെരുമാറണം നീ കണ്ടിട്ടോ? ഇല്ല. നമ്മുടെ സമൂഹത്തില് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അറട്ടണ്ണൻ വളർന്നു, കുഞ്ഞായിട്ട് കരുതാൻ പറ്റില്ല. പക്ഷെ അതേപോലത്തെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്കൂളിൽ പോലും പോകാണ്ട് സ്കൂളിലെ കുട്ടികൾ വരെ അവോയ്ഡ് ചെയ്തിട്ട് അവരെ പാരന്റ്സ് പോലും, സ്വന്തം പാരന്റ്സിനും അതേ അവസ്ഥയൊക്കെ തന്നെയുള്ള കുട്ടികളുണ്ട്. വേടപ്പള്ളി സ്കൂളിൽ അവൻ സ്കൂളിൽ പോകാണ്ട്, അതേസമയം അവിടെ അയൽവക്കത്ത് ഇറങ്ങുന്ന അമ്മാമന അവനാണ് മരിക്കുന്നവരെ നോക്കിയത് കിടന്ന കിടപ്പില്. അവനൊക്കെ വേണ്ടത് കുറച്ച് അവന്റെ സമയം, അവനെ കേട്ടിരിക്കാൻ സമയം. നമുക്ക് ഭ്രാന്താവും. നമ്മുടെ ക്ഷമ നമുക്കും കുറച്ച് അരപ്പിരിയൊക്കെ ഉള്ളതിന്റെ പേരിൽ ക്ഷമയില്ലാണ്ട് നമ്മളും കുറച്ചൊക്കെ ടെൻഷനാവും. പക്ഷെ എന്താ പറയാ, അവരുടെ അവസ്ഥ മനസ്സിലാക്കാം. നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് പോലും പലതും നമുക്ക് സഹിക്കാം. നമ്മ നോർമലാണെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. എന്റെ കാളി നമ്മളെന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെയല്ല, കാണികളുടെ കാര്യം പറയാം. കമന്റ് ഇടുന്ന ആൾക്കാരത് അതായത് നമ്മൾ തെറി പറയാറില്ല. നമ്മൾ ഇവളെന്താണ് മുറുക്കം ചോദിച്ചിരിക്കണോ, ഇവളുടെ മൂക്കിൽ കയറണോ, ഇവളെന്ത് പേടി, അങ്ങനെയൊക്കെ പറഞ്ഞ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാളി മാത്രമല്ല, ഞാൻ നോർമലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യാനാ കാളി? എനിക്ക് ഇങ്ങനെ നടക്കണ ഞാൻ പറയട്ടെ, എനിക്ക് നോർമലായിട്ട് നടക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞ ഇഷ്ടമല്ല. ഇവിടെ ഞാൻ പരിചയപ്പെട്ടതില്ലേ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ കാളിയാണ്. റിയൽ ഒറിജിനൽ. കാളിക്കില്ലാത്ത പ്രശ്നമില്ല. നമ്മളെപ്പോ സംസാരിച്ചാലും കാളി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ലപ്പോഴേ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാറുള്ളൂ. എടുത്തിട്ട് പുള്ളി ഞാൻ പറയട്ടെ, പ്രശ്നം ഞാനും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, കുറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, വയലന്റ് ആയിട്ട് കിട്ടിയെടുത്തെറിഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, തല്ലുണ്ടാക്കിയിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കണേ? എന്റെ പുറകെ ഒരു പരിധി കൂടുതൽ ശല്യം ചെയ്താൽ, ഞാൻ നോ എന്ന് പറഞ്ഞിട്ടും പുറകെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഇതാക്കട്ടെ. പിന്നെ എനിക്കറിയാം, ഞാൻ നായികയായിട്ടുള്ള വന്നിട്ടുള്ള സിനിമയുണ്ട്. ഞാൻ നായികയായിട്ട് സെലക്ട് ആയിട്ട് ഓഡിഷന് വേണ്ടി വേദാന്തയിൽ റൂമിൽ പോയി ഇരുന്ന് മുമ്പിലിരുന്നിട്ട് അത് അദ്ദേഹത്തെ കുറിച്ച് പബ്ലിക്കിൽ വന്നിട്ടുണ്ട് ഒപ്പീനിയൻ. പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിക്കുക, കോലുമേ തുണി ചുറ്റിയാ വരെയും പുറകെ പോകുന്ന ആ വ്യക്തി എന്നെ കാണുമ്പോൾ മര്യാദരാമനായിട്ട് നമസ്തേ പറഞ്ഞ് മൂലക്കിരിക്കും. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിന്നെ എന്നെ പിന്തുടർന്നിട്ടില്ല. പക്ഷെ സിനിമയിലെല്ലാം ഔട്ടാവും. മനസ്സിലായില്ലേ? അതിപ്പോ സിനിമയിൽ മാത്രമല്ല, ഒരു തുണിക്കടയിൽ ചെന്നാൽ പോലും നമ്മളിപ്പോ ഞാൻ തുണിക്കടയിൽ സ്റ്റാഫായിരുന്നിട്ടുള്ള എറണാകുളം മാർക്കറ്റിൽ ബ്രോഡ്വേയിൽ അവിടെ ഊണ് മുതലാളിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ മുതലാളി തോണ്ടയും ചിക്കുകയും ചെയ്യും. നോ പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് ഔട്ടാ. മനസ്സിലായോ? കടയിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ തോന്നുന്നില്ല. മുറിക്കകത്ത് അടച്ചിട്ടിട്ട് എനിക്ക് വേണ്ട വിരുദ്ധാഹാരം ഇഷ്ടമാന്ന് പറഞ്ഞ അണ്ണനെ ഒന്നും പിടിക്കാൻ ഇവിടെ ആരുമില്ല. അല്ല പറയട്ടെ അതേപോലെ തന്നെ നിറത്തിന്റെ കാര്യത്തിൽ ഞാൻ വെളുക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം എന്താണെന്നറിയോ, എനിക്ക് എന്റെ കരിവണ്ടെന്നുള്ള പേര്, കറുത്ത പിശാച് എന്നുള്ള പേര് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റമൊന്നുണ്ടായിരുന്നു. അതിന്റെ ഞാൻ കറുപ്പാണ് എന്നെ വിളിച്ചിട്ട് എന്നെ അയൽവക്കത്തെ തത്ത വരെ കറുത്ത പിശാച്. ഇപ്പഴാണ് ഞാൻ വിളിച്ചത്. എന്റെ പഴയ ഫോട്ടോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കരിമുത്ത് കാളി ഭയങ്കര രസമാണ്. അപ്പുറപ്പുറത്ത് വായിക്കൊണ്ടിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ ഒരു ഏജില് ഈ സ്റ്റേഡിയത്തില് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരാള് ഞാൻ മാത്രമേ. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. പൊട്ട്, ലിപ്സ്റ്റിക്, മൂക്കുത്തി, അടാ നീ എന്തൊന്നും ഒമ്മാന്തിയെ വേണ്ട തുടച്ചേ. അതാണോ മേക്കപ്പ്? നിങ്ങൾ മേക്കപ്പ് ഇടാ, ആകെ ലിപ്സ്റ്റിക്. ഞാനാ മേക്കപ്പ് ഇടാത്ത ആള്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, പൊട്ട് കുത്തിയിട്ടില്ല, മൂക്ക് കുത്തിയിട്ടില്ല, കണ്ണെഴുതിയിട്ടില്ല, മുടിക്ക് കളർ അടിച്ചിട്ടില്ല. അതാണ്ട് ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ലിപ്പ്, അതുകൊണ്ട് ലിപ്സ്റ്റിക് വരും. പിന്നെ കരിവള അതിന്റെ ഫേവറേറ്റാ. പിന്നെ കഴുതി കിടക്കുന്ന തൃശ്ശൂലം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും എന്നൊരു തൃശ്ശൂലമാണോ കൊള്ളാം. ഞാൻ എന്തോ ഓർമ്മ ചെറുത്തിട്ടും കാര്യമില്ല. എനിക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ഇഷ്ടമല്ല. എനിക്കിതൊന്നും അല്ലാണ്ട് ഇഷ്ടമല്ല.
കാളി ലുക്സ് ബ്യൂട്ടിഫുൾ. ഒരു ഫോട്ടോ എടുക്കോ? ഡേറ്റിങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്താ പറയാ, ഗോവയിലൊക്കെ ചുറ്റിട്ട് വരാം. ഗോവയിലൊക്കെ പോയി ചുറ്റിട്ട് വരാം. ഓടി. എനിക്കിഷ്ടം ഗോവയാണ്. ഗോവ ഇഷ്ടമാണല്ലേ? ആ പിന്നെ ഭയങ്കര ഇഷ്ടം. ക്യൂപ്പീസൊക്കെ ഇട്ട് കിടക്കണം. ക്യൂപ്പീസൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ ഇടണം. ഇനി അതിന്റെ കൂടി കുറവുള്ളത് അല്ലെ? അതിന്റെ ഇവിടെ ആയി കഴിഞ്ഞാൽ എന്നെ ഒന്ന് വെല്ലുവിളിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള വേഷം ഞാൻ നിങ്ങൾ ഇറക്കായിട്ടെന്ന് പറയാം. വെല്ലുവിളിക്കണം രണ്ടുപേരും. എനിക്കപ്പോ ഇഷ്ടമുള്ള വേഷം ഇടുകയും ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള രീതി നടക്കുകയും ചെയ്യാം. കാരണം പറയുമ്പോ നിങ്ങളല്ലടാ എന്നെ കൊണ്ട് അത് രീതിച്ചത് പറയുകയും ചെയ്യാം. എങ്ങനെയാ 20% വട്ടം എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ അവര് വിചാരിക്കണം എന്താണെന്നറിയോ, ആ വട്ട ഇഷ്ടങ്ങളും സ്നേഹങ്ങളും അതായത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ആണ്. അല്ല, നമ്മുടെ ലൈഫ് എന്താ പറയാ, എന്ത് പ്രശ്നം വന്നാലും ഇതിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ ഒരു വട്ട് തന്നെയാണ് അല്ലെ. ഒരു ലഹരി യൂസ് ചെയ്യാണ്ട് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തുള്ളാൻ പറ്റണമെങ്കിൽ അതൊരു വട്ട. പിന്നെ കാണുന്ന എല്ലാവരോടും ചിരിക്കുക, അത് വട്ടായിട്ട് എല്ലാവർക്കും തോന്നും. പക്ഷെ എന്താണെന്നറിയോ, ഒരു പരിചയമില്ലാത്ത ഒരാളെ ചിരിക്കുമ്പോൾ എന്തിനാണ് ഈ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം അയാളെ നേരിട്ട് കാണുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ചിരിക്കും. നമ്മളോട് സംസാരിച്ചിരിക്കും. അത് മോശമായ ഒരിതല്ല. ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിന്ന് സംസാരിക്കാൻ നിന്ന് കൊടുക്കാന്ന് വെച്ചാ അല്ലേ, അതിലും വലിയ കാര്യമൊന്നുമില്ല. ക്ഷമ കാണിക്കുക, ഒന്ന് ക്ഷമ കുറച്ചേരം ഇരിക്കുക. എല്ലാ മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. എന്നെ തെറി പറഞ്ഞ ആൾക്കാർ ഇൻബോക്സ് വന്നിട്ട് റിപ്ലൈ കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് തെറി പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് താങ്ക് യു ചേച്ചി റിപ്ലൈ വന്നു, പക്ഷെ ആ കമന്റ് മാത്രം ഡിലീറ്റ് ചെയ്യില്ല. നിനക്കൊക്കെ ഒന്ന് അതൊക്കെ ശ്രദ്ധിച്ചൂടെടാ. നിന്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളല്ലേ ഞാൻ. അപ്പൊ എനിക്ക് വയ്യ. എന്തോടി ഇത്ര പ്രശ്നങ്ങൾ കേൾക്കുന്നത്? എന്താ പറയുക പ്രശ്നം? പട്ടിണി, ദാരിദ്ര്യം, പണിയില്ലായ്മ, ചാൻസ് വെച്ചിറക്കുന്ന ആൾക്കാർ, പിന്നെ പ്രേമം, നിരാശം, പിന്നെ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള കുറെ പേര്, ജോലി കിട്ടാത്ത ആൾക്കാർ, വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞ ആൾക്കാർ, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, പിന്നെ എന്നെ പോലെ എനിക്കും ബാല്യത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ ആളില്ലായിരുന്നു. ചില ആൾക്കാർ അത് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറെ പേര്. ഞാൻ മാതൃഭൂമിയുടെ ഇന്റർവ്യൂ ഇതിനിടയിലൊക്കെ എന്ത് MDMA അല്ലേ, എന്തൊരു പ്രശ്നം കിടക്കണം അതിനിടയിൽ. പിന്നെ MDMA അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇത്രയും പ്രശ്നങ്ങൾക്കിടെ ചിലപ്പോൾ ആൾക്കാരുടെ ചെലവാകും. MDMA എന്ന് പറഞ്ഞ സാധനം നമുക്ക് സന്തോഷം, അതായത് ഉറക്കൊഴിച്ച് ഇങ്ങനെ നമുക്ക് ഹാപ്പി, അവർക്ക് ആകെ സന്തോഷിക്കാൻ എന്തുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഫ്രസ്ട്രേഷനും പ്രശ്നങ്ങളും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിവിടണേ, രൂപത്തിന്റെ പണത്തിന്റെ ഒക്കെ പേരും പറഞ്ഞ് ജാതിയുടെ ഒക്കെ പേരും പറഞ്ഞ് ഒഴിവാക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവരെ അതായത് നമ്മുടെ നാട് നശിപ്പിക്കാനും വേണ്ടി ഒരു ആയുധം മാത്രമായിട്ട് ഇതിനെ കാണാം. അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് അവര് ഹാപ്പി ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഇത്രയും സ്ഥലം, നമുക്ക് ഹാപ്പി ആയിരിക്കണം. നമുക്ക് കുറെ സുഹൃത്ത് ഫലങ്ങളുള്ള സ്ഥലം, കുറെ സംസാരിക്കുക, ഒച്ചെടുക്കുക, പാട്ട് കേൾക്കുക, ഇതൊക്കെ. ആ ഒരു സ്ഥലത്ത് വരുമ്പോൾ ടയേർഡ് ആവാതിരിക്കാൻ, അതായത് നമുക്ക് പറയട്ടെ മുഴുവൻ പറഞ്ഞ കേക്ക്, അതായത് നമ്മ ആക്റ്റീവ് ആയിരിക്കാൻ. ഒരിടത്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണിന് പറയട്ടെ തുടക്കം അതാണ്. അതും പറഞ്ഞാണ് ഇത് തന്നെ ഈ നിനക്ക് ഉന്മേഷം ഉണ്ടാകും. അതായത് എടാ പ്രോട്ടീൻ, ഈ എന്താ പറയാ റെഡ് ബുള്ള്, പെപ്സി, അതായത് ഇതൊക്കെ തന്നെ ഇത് വിഷമല്ലേ, ചെറിയ രീതി കൊടുക്കുന്ന വിഷം തന്നെയാണ് ഇതും അല്ലേ. ആക്റ്റീവായിരിക്കാൻ വേണ്ടി ഒരു മനുഷ്യന് ചെറിയ രീതിയിൽ ആക്റ്റീവായിരിക്കാൻ വേണ്ടി കൊടുക്കണം. ഞാൻ MDMA അടിച്ചിട്ടില്ല, കഞ്ചാവും കഴിച്ചിട്ടില്ല, എനിക്ക് അറ്റാക്ക് വന്നു. ഞങ്ങക്ക് അറ്റാക്ക് ഒക്കെ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാണ് ഇത് വരുന്നത്. പക്ഷെ നമ്മള് മുമ്പി കഞ്ചാവ് അടിച്ചു നടന്നൊരു അതുകൊണ്ട് നിനക്ക് കുഴപ്പമില്ലാത്ത. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത്? എന്റെ ഇട്ടിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. ഇവിടെ അരിയാക്കൊരു വണ്ടി ഓടാത്താറ കുഴപ്പമില്ല, ഞാൻ റോഡിന്റെ വഴി ഇല്ല. പിന്നെ വായനോട്ടം അതാണല്ലേ ബെസ്റ്റ്. നടുക്കുറത്തിരിക്കാൻ നോക്കണം. ഇതാണ് കൂടെ ഉള്ളതിന് ഒന്നിനും വിലയില്ല. ഇപ്പുറത്തിരിക്കണ പെണ്ണിനെ പോയി വായന നോക്കി. ഇവരല്ല, ഞാൻ അപ്പുറത്തെ പിള്ളേരെ പറഞ്ഞു. അവരോട് നിൽക്കുന്നുണ്ടല്ലേ എന്നിട്ട് മണമില്ല. എടാ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാനിങ്ങനെ തടി പോലെ ഇരുന്നാലും എന്റെ കൂടെ ഇരിക്കണവരൊക്കെ എന്നിട്ട് പുറത്ത് നിർത്തുമ്പോ എന്നെ വായി നോക്കുമ്പോ ഇവന്മാർക്ക് വിഷയം. ഞാൻ ഇത്രയും നാളെ നിങ്ങളോട് എന്നിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ മറ്റൊരാളെ എന്നെ നോക്കുമ്പോ കാണാത്തോണ്ടല്ലേ കാളിയെ പേടിയുണ്ടോ? കാളി സിമ്പിളായി അപ്രോച്ച് ചെയ്താൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ളതെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നതാണെന്ന് പറയും. ഗ്ലാമറിലൊന്നല്ലടേ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മര്യാദ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്.
നമ്മളോട് എങ്ങനെ പെരുമാറുന്നുണ്ട്. ഓവറായിട്ട് മര്യാദ കൊടുക്കാനും പാടില്ല, എന്നാ മര്യാദ കേട് കാണിക്കാനും പാടില്ല. ഒരു ഫ്രീ മൈൻഡില് എന്താ ഒരു ഓളത്തിൽ അങ്ങോട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാ, പീസ്ഫുൾ ആയിട്ട് പോവാ. ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ കൂടത്തുള്ളാണ്ടോ പാട്ടറേ ശിവ വേണ്ട ശിവ എവിടെ അപ്പുറത്തോട്ട് പോകണേ, ഇവിടെ അല്ല. താൻ അടങ്ങ്, അവൻ അതുവഴി പോട്ടെ. എന്നാലും ഫ്രണ്ട്സിനെ കാണുമ്പോ കാണാണ്ട് നമ്മളെ കാണാണെങ്കിൽ പോകുമ്പോ എനിക്ക് കോലത്തിലായിരിക്കും മനസ്സിലാവല്ലേ. അല്ല എന്നെ ഈ കോലത്തിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഇത് പിന്നെ എന്ത് കോലത്തിന് ഉടുപ്പ് അയ്യോ മറ്റേ നിങ്ങളൊക്കെ വെള്ളയാണല്ലോ. ഈ വെള്ളം മുത്ത് വെള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരും. ഇതൊക്കെ ഏറിക്കിട്ടുള്ളതായി. ശരി എന്നാ മതി.